ഒരു മനുഷ്യൻ്റെ ജീവിതം നമ്മൾ ആദിമധ്യാന്തം പരിശോധിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്ന അവനവൻ്റെ ജീവിതത്തിൽ എന്താണോ സ്വായത്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏത് കാലഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട് ഒരു ജീവിതത്തിലെ മാറ്റം, ജീവിതത്തിൻ്റെ ഉന്നതി എന്ന് പറയുന്നത് അറിവ് എന്ന ഘടകത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് അറിവിനെ കുറിച്ച് പറയുന്ന ഒത്തിരി കാര്യങ്ങളാണ്. ഒന്ന് നോളജ് ഈസ് ലൈറ്റ്, നോളജ് ഈസ് മൈറ്റ്, നോളജ് ഈസ് സോഴ്സ് ഓഫ് ഇൻകം. ഒന്ന് നോളജ് നമുക്ക് എൻലൈറ്റ് ചെയ്യിപ്പിക്കുന്നു, ഒന്ന് എംപവർ ചെയ്യിപ്പിക്കുന്നു, മറ്റത് എൻറിച്ച് ആക്കുന്നു. അപ്പോൾ ഈ 3 വിശേഷണങ്ങളാണ് നമ്മൾ നോളജിന് കൊടുത്തിട്ടുള്ളത്. ഇത്രയധികം വിശേഷണങ്ങൾ നോളജിനുണ്ടായിട്ടും നമ്മൾ കാണുന്ന എൻലൈറ്റ് പകരം ലൈറ്റ്നെസ് ഇല്ലാത്ത അവസ്ഥ, എംപവറിന് പകരം പവർ ലഭിക്കാത്ത അവസ്ഥ, എൻറിച്ചിന് പകരം റിച്ച്നെസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. ആ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ അതിൻ്റെ യഥാർത്ഥമായ വശം എന്താണെന്നുള്ളതിൽ ലക്ഷ്യത്തിൽ നിന്ന് അത് വ്യതിചലിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ധാര എന്താണ്, അതിൻ്റെ ഒഴുക്ക് എന്താണ്, അത് ശരിക്കും മനസ്സിലാക്കാതെ ആ തെറ്റായ ദിശയിൽ ഒഴുക്കി വിടുന്നത് കൊണ്ടാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത്.